ശബരിമല കൊടിമരത്തിന്റെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതിനെ അന്നത്തെ ദേവസ്വം ബോർഡിലെ CPI അംഗവും എതിർത്തില്ല. CPI അംഗം കെ രാഘവൻ വാജിവാഹന കൈമാറ്റ ചടങ്ങിലുടനീളം പങ്കെടുത്തു. ആ ദൃശ്യങ്ങൾ, ആ ചിത്രങ്ങൾ അതൊക്കെ തന്നെ വ്യക്തവുമാണ്. കൈമാറുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് ഓർമ്മയില്ല എന്നാണ് കെ രാഘവൻ ഇന്നലെ റിപ്പോർട്ടറിനോട് നടത്തിയ പ്രതികരണം. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ രാഘവനെയും അജയ് തറയിലിനെയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം. ഞാനുണ്ടായിരുന്നോ എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല. മാത്രമല്ല, അങ്ങനെ കൈമാറാൻ പാടില്ലാത്തതാണ്. ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിലോ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്ന മറ്റ് സങ്കേതങ്ങളിലോ അത് സൂക്ഷിക്കേണ്ടതാണ്. തന്ത്രിക്കുള്ളതാണോ എന്നൊന്നും എനിക്ക് അതിനെക്കുറിച്ച് വിവരങ്ങൾ കൃത്യമായിട്ടൊന്നുമില്ല. അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നല്ലോ. ഇതിനൊന്നും വ്യവസ്ഥയോ ലിഖിതമായ നിയമങ്ങളോ ഒന്നും രേഖകളോ ഒന്നും തന്നെ ഇല്ല. TV പ്രസാദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. TV പ്രസാദ്, ഇതിലിപ്പോൾ UDF ഭരണസമിതി കാലത്തെ തീരുമാനം അത് വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും ഇതാ കേസെടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയുമാണ്. അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിൽ. അതിനിടയിലാണ് നിർണായകമായ ആ ദൃശ്യങ്ങൾ, ഫോട്ടോഗ്രാഫുകളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതിനെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായ CPM-ന്റെ കെ രാഘവനും എതിർത്തില്ല എന്നത്. താനിത് അറിയാതെയാണ് പങ്കെടുത്തത്, കാഴ്ചക്കാരനായിരുന്നു എന്ന് കെ രാഘവൻ പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണ്? ഇത്തരത്തിൽ വ്യവസ്ഥകളൊന്നുമില്ല എന്ന അജയ് തറയിലിന്റെ വാദം കെ രാഘവനും പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത് ബോർഡിൽ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടുകൂടി എടുക്കുന്ന തീരുമാനമല്ലേ? ഉറപ്പായും വിനീത, ഗുരുതരമായ വീഴ്ചയാണ് CPIM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതുപോലെ തന്നെ CPIM പ്രതിനിധാനം ചെയ്യുന്ന ദേവസ്വം ബോർഡ് അംഗത്തിന്റെ ഭാഗമായി ഉണ്ടായത്. കെ രാഘവൻ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ ആ ദേവസ്വം ബോർഡിൽ അംഗമായിരുന്നു, CPIM-ന്റെ പ്രതിനിധിയായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും രണ്ടുപേരും കോൺഗ്രസ്സുകാരാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി, നമുക്കതറിയാം. അജയ് തറയിൽ കോൺഗ്രസ് നേതാവാണ്. ഇവർ രണ്ടുപേരും വാജിവാഹനം കൈമാറുന്നത്, തന്ത്രിക്ക് നിയമവിരുദ്ധമായി കൈമാറുന്നതിന്റെ അടുത്ത് കെ രാഘവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അത് സ്വാഭാവികമായി ചെയ്യേണ്ടിയിരുന്നത് ഒരു CPIM പ്രതിനിധി എന്ന നിലയിൽ അതൊന്നും തനിക്കറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ദേവസ്വം ബോർഡ് എന്നുള്ളത് കൂട്ടുത്തരവാദിത്തമാണ്. അന്നത്തെ ദിവസം, അതായത് 2017 ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് ശബരിമലയിലെ കൊടിമരം പൊളിക്കുന്നത്. അന്ന് പൊളിക്കാനെടുക്കുന്ന തീരുമാനം അത് നേരത്തെ എടുത്തതുമാണ്. ആ സമയത്തൊന്നും താൻ ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ആ തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ പോലും ശബരിമലയിലെ വാജിവാഹനം കൈമാറുന്ന സമയത്ത് എന്തുകൊണ്ടാണ് CPIM വിശ്വസിച്ച് ദേവസ്വം ബോർഡിലേക്ക് അയച്ച പ്രതിനിധി അതിനെ എതിർത്തില്ല, തടഞ്ഞില്ല, അതിനെതിരെ പ്രതിരോധം തീർത്തില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം. ആ പരിപാടിയുടെ ആദ്യാവസാനം CPIM പ്രതിനിധിയും അതുപോലെ ദേവസ്വം ബോർഡ് അംഗവുമായ കെ രാഘവൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, നമുക്ക് കിട്ടിയ ചിത്രങ്ങളിലുള്ളത്. അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം ശബരിമല ദേവസ്വത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ആരൊക്കെയാണ് പങ്കെടുത്തത് എന്ന കാര്യം കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ചേർന്ന് നിയമവിരുദ്ധമായി ആ വാജിവാഹനം കൈമാറുന്ന ഘട്ടത്തിൽ അവിടെ ബോർഡിലെ CPIM പ്രതിനിധിയായ കെ രാഘവനും അതിന് സാക്ഷിയായിരുന്നു. അതിനെ തടയാൻ ശ്രമിച്ചില്ല എന്ന ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ വാദം. ഇതിൽ തടയാൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, ഈ ചടങ്ങിലുടനീളം അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ എന്തിനാണ് ഈ ചടങ്ങ്? ഇത് എന്തിന് താൻ പങ്കെടുക്കുന്നു, ഇവർ ഇതെങ്ങനെ ചെയ്യുന്നു എന്നതുൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും രാഘവനും പരിശോധിച്ചില്ല എന്നതല്ലേ?
ഉറപ്പായും അത് തന്നെയാണ്. അതിൽ ഭാഗവാക്കായി എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. അതായത് ഇപ്പോൾ പറയുന്നതാണത്. കാരണം അന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ ഒരു കാരണവശാലും ഒരു ദേവസ്വം ബോർഡ് മെമ്പർക്ക് അവിടെ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ CPIM അംഗവും ആലപ്പുഴ CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ രാഘവന് ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് വിനീത. അതായത് കൊടിമരത്തിന്റെ ഭാഗമായുള്ള തീരുമാനമെടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും എല്ലാം പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അജയ് തറയിലിന്റെയും കാലത്തായിരുന്നുവെങ്കിൽ 2019 സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം ചെയ്തത് അന്ന് LDF സർക്കാർ നിയോഗിച്ച A. പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞു. N. വാസുവും A. പത്മകുമാറും ജയിലിൽ കഴിയുകയാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കൊടിമരത്തിലേക്ക് വന്നാൽ അത് UDF കാലഘട്ടത്തിൽ ചെയ്തതാണ് എന്നതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. അതിനൊപ്പം അന്നുണ്ടായിരുന്ന എതിർക്കാൻ ചുമതലപ്പെട്ട എതിർക്കാൻ ബാധ്യതയുള്ള അന്നത്തെ CPIM അംഗം അതെല്ലാം കണ്ടുകൊണ്ട് നോക്കിയിരിക്കുകയായിരുന്നു. ആ പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം. നമുക്കിപ്പോൾ കെ രാഘവന്റെ പ്രതികരണം വീണ്ടും ലഭിക്കുകയാണ്. ഇന്നലെ പറഞ്ഞതിനപ്പുറം ഇന്ന് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട്.